ഇ.പി. ജയരാജൻ്റെ ജീവിതാനുഭവങ്ങൾ. ഞാൻ ജീവിച്ചിരിക്കുന്നു. ചണ്ഡീഗഡിൽ നടന്ന 15ാം പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് ഡൽഹിയിലെ സുഹൃത്തുക്കളെയൊക്കെ കണ്ട് കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെയുള്ള മടക്കം. പാർട്ടി കോൺഗ്രസുകൾക്ക് പോകുമ്പോൾ കുടുംബത്തെയും കൂടെ കൂട്ടാറുണ്ട്. ഒരാഴ്ച കുടുംബത്തോടൊപ്പം കഴിയാനും 4-5 ദിവസം ട്രെയിനിൽ ഒപ്പം യാത്ര ചെയ്യാനും കിട്ടുന്ന അവസരം നാട്ടിലുള്ളപ്പോൾ ഇടവേളകളില്ലാത്ത തിരക്ക്. അങ്ങനെ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് മനസ്സിനെ അയച്ചുവിട്ട് ഉല്ലാസത്തോടെ മടങ്ങുകയാണ്. അതിനിടയിലാണ് ആ സംഭവം. 1995 ഏപ്രിൽ 11 നിസാമുദ്ദീനിൽ നിന്നാണ് രാജധാനി എക്സ്പ്രസ്സിൽ ഞങ്ങൾ കയറിയത്. കൂടെ ഭാര്യ ഇന്ദിരയും മകളും ഉണ്ടായിരുന്നു. മൂത്ത മകൻ ജയസിന് അന്ന് 12 വയസ്സ്, ജിജിന്തിന് 10 വയസ്സ്. ഇന്ദിരയുടെ സഹോദരി കൂടിയായ പി.കെ. ശ്രീമതി ടീച്ചറും ഭർത്താവ് ദാമോദരൻ മാഷും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. തൊട്ടടുത്ത കോച്ചിൽ എം. വിജയകുമാർ, കടകംപള്ളി സുരേന്ദ്രൻ, പെരപ്പൻകോട് മുരളി തുടങ്ങിയ സഖാക്കളും. വണ്ടി ആന്ധ്രയിലെ ചിരാലയിലെത്തിയപ്പോൾ ഞാൻ മുഖം കഴുകാൻ വാഷ് ബേസിനടുത്തേക്ക് പോയി. പെട്ടെന്ന് പിടലിയിൽ എന്തോ വന്ന് അടിച്ചതുപോലെ. കണ്ണിൽ ഇരുട്ട് കയറി. ട്രെയിൻ ആകെ മറിഞ്ഞു വീഴുന്നത് പോലെ. ഭയങ്കര ശബ്ദം. ചുറ്റും പുക മൂടിയിരുന്നു. അസഹ്യമായ വേദനയിൽ പിടയുകയായിരുന്നു ഞാൻ. ശരീരം കുഴഞ്ഞു പോകുന്ന അവസ്ഥ. ഉടൻ മലർന്നു വീണു. ഇന്ദിരയും ശ്രീമതി ടീച്ചറും ഓടിയെത്തി. എടുത്ത് മടിയിൽ കിടത്തി. അപ്പോഴേക്കും കടകംപള്ളി സുരേന്ദ്രനും വിജയകുമാറും പെരപ്പൻകോട് മുരളിയും ഓടിയെത്തി. ആരോ ചൈൻ വലിച്ച് ട്രെയിൻ നിർത്തിച്ചു. ബർത്തിൽ എടുത്ത് കിടത്തിയപ്പോൾ തറയിൽ നിന്നും ചോര ചീറ്റുന്നു. എന്ത് പറ്റിയെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. എനിക്ക് ബോധം നഷ്ടപ്പെട്ടു. പിന്നെ നടന്നതെല്ലാം അറിഞ്ഞത് കുറേ കഴിഞ്ഞാണ്. ഞാൻ മുഖം കഴുകിക്കൊണ്ടിരിക്കെ പിന്നിൽ നിന്നും വെടിവെക്കുകയായിരുന്നു. ഡോക്ടറുടെ സേവനത്തിന് അനൗൺസ് ചെയ്തു.